നമുക്കൊരു കവിത ചൊല്ലാം, അല്ല പാടാം. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുകിൽ, കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ. വരിക കണ്ണാൽ കാണാൻ വയ്യാത്തോരൻ കണ്ണനെ, തരസാ നുകർന്നാലും തായതൻ നൈവേദ്യം നീ. എല്ലാവർക്കും അറിയാം ഈ കവിത ഏതാണെന്ന്. വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ മമ്പഴം എന്ന കവിതയിലെ വരികളാണിത്. ആ വരികള് ആ കവിതയിലെ ഏറ്റവും വലിയ വൈകാരിക മുഹൂർത്തം വരച്ചു കാണിക്കുന്ന വരികളാണ്. ഒരു മാതാവിന് തൻ്റെ നഷ്ടപ്പെട്ടു പോയ, അകാലത്തിൽ മരിച്ചുപോയ മകന്റെ കുഴിമാടത്തിൽ വന്ന് വീണ മാമ്പഴമെടുത്ത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അറിഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ആ മാതൃത്വത്തിന്റെ ഏറ്റവും വലിയ നൊമ്പരമുള്ള വരികളാണത്. ആ മാമ്പഴമെടുത്ത് ആ കുട്ടിയെ വിളിക്കുക, ആ അമ്മ. നമുക്ക് ഈ വരികൾ ഒന്ന് ചൊല്ലി നോക്കാം. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുകിൽ, കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുകിൽ, കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ. വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ, തരസാ നുകർന്നാലും തായതൻ നൈവേദ്യം നീ. കവിത പറയാനുള്ളതോ പാടാനുള്ളതോ അല്ല, ചൊല്ലാനുള്ളതാണ്. അർത്ഥമറിഞ്ഞ് കഥാസന്ദർഭം മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളുമ്പോഴാണ് അത് ഹൃദ്യമായി മാറുന്നത്. ഇതുപോലെ കവിതയായാലും കഥയായാലും ശാസ്ത്രമായാലും ഉള്ളറിഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ഉള്ളറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴേ പിന്നീട് ആവശ്യം വരുന്നിടത്ത് ഇത് പകർത്താൻ വൃത്തിയിൽ കൃത്യമായി എളുപ്പത്തിൽ കഴിയും. അങ്ങനെ അർത്ഥമറിഞ്ഞ് കഥയറിഞ്ഞ് പഠിക്കട്ടെ നമ്മുടെ മക്കൾ. അപ്പോഴേ അവർ അർത്ഥമുള്ള കഥയുള്ള നല്ല മക്കളായി വളരൂ. നന്ദി. VP ഫ്രം സയൻസ് സെന്റർ.